അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ കരീം. ഞാനും എൻ്റെ വീട് പരപ്പനങ്ങാടിക്കാട് പാലത്തിലാണ്. ഇതെൻ്റെ മകളാണ് ഫാത്തിമ. അവളെ കൊണ്ട് കല്യാണം കഴിച്ചിട്ട് കർണാടകത്തിൽ മയ്യരിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഹസ്ബൻഡ് വന്നിട്ട് ജോലി ചെയ്യുന്നത് വിദേശത്താണ്. ഷമീമാണ് അവരുടെ പേര്. അപ്പോൾ ഡെലിവറി സമയത്ത് ഷമീം ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ വെച്ചിട്ടാണ് ഡെലിവറി നടന്നത്? നമ്മുടെ മിംസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഡേയിൽ സമീപ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം അത് ഡെലിവറിയാണ്, അല്ല ഇന്ന് ഡെലിവറി കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ആണ്, പോവുകയാണ്. അപ്പൊ സുഖപ്രസവമായിരുന്നു, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടപ്പോൾ ഫ്രണ്ടിന്റെ അവിടെ ഹോം കെയർ ഹോസ്പിറ്റലുണ്ട് പടിയെത്തുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കങ്ങനെ ആണെന്ന് നിസ്സാറിലോ എന്നാണ്. അപ്പൊ എന്റെ പ്രശ്നം ചില അവർക്ക് അടുത്തായിട്ട് തുടങ്ങിയാണ് സ്ഥാപനം നല്ലത്. അങ്ങനെ സെക്കൻഡ് ഡേ ഞാൻ വന്നപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയർ ആംബിയൻസ് കണ്ടപ്പോൾ വെൽക്കമിങ് ഒക്കെ കണ്ട സമയത്ത് ഞാൻ വണ്ടി നിർത്തി വന്നപ്പോൾ തന്നെ അവർ എന്നെ റിസീവ് ചെയ്ത് എന്താ ഇവിടേക്കാ പോകുന്നത് വെച്ചപ്പോൾ എൻ്റെ മകളുടെ ഇവിടെ റൂം നമ്പർ 140 അവർ എന്നെ വെൽക്കം ചെയ്തു. തന്നെ മാത്രം എന്നെ കൂടെ ചെയ്തിട്ട് അവര് അവളെ റൂമിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു തന്നു. അതിനുശേഷം ഞാൻ ഈ ആംബിയൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഓരോ ദിവസം തന്നെ ഫ്രീക്വന്റ് ആയിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കാറുണ്ട്. ഓരോ ദിവസം വരുമ്പോൾ നമുക്ക് വ്യത്യസ്ത അനുഭവങ്ങളാണ്. പിന്നെ അതേപോലെ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മുടെ അന്ന് റംസാൻ സീസൺ ആയതുകൊണ്ട് പിന്നെ എൻ്റെ വൈഫ് ആയിരുന്നു ഇവിടെ ബൈസ്റ്റാൻഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഷുഗർ പേഷ്യൻ്റ് ആണ്. എന്നിരുന്നാലും വളരെ സൗകര്യമായ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ നൈറ്റ് ലൈഫിൻ്റെ ഭക്ഷണം ഫുഡും ഒക്കെ വളരെ വ്യക്തമായിട്ട് രീതിയിൽ അവർക്ക് കെയർ ചെയ്തിരുന്നു നമ്മുടെ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഞാൻ എൻ്റെ മകളോട് സംസാരിച്ചു നല്ല സ്ഥലത്ത് വന്നുവിട്ടുകൊണ്ട് നമുക്ക് വലിയ ബോധരക്ഷണമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ടൈംലി ആയിട്ടുള്ള നഴ്സുമാരും ഡോക്ടർമാരൊക്കെ വന്നിട്ടും BP പാരൻസിങ്ങനെ വന്നിട്ട് അതിന് 2 സമയം BP ചെക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വളരെയധികം ഉപകാരപ്രദമായ ഒരു ഹോം കെയർ ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളതിന് 100% ഞങ്ങൾ സന്തുഷ്ടരാണ്. തന്നെ മാത്രമല്ല, കാരണം എൻ്റെ ഷമീലിന്റെ ഫ്രണ്ടാണ് നിസാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു കെയറും കൂടി കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്ക് ഇല്ലാതില്ലതാണ്. എന്നിരുന്നാലും പിന്നെ വേറൊരു കാര്യം കൂടുതലായിട്ട് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരെ കുളിപ്പിക്കുന്നത് അതേപോലെ തന്നെ കൊച്ചിനെ കുളിപ്പിക്കുന്ന കാരണം സെപ്പറേറ്റ് വിങ് തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ താമസിക്കുന്ന റൂമിൽ അത്തരം കാര്യങ്ങളോ അങ്ങനത്തെ ഓയിൽ സ്മെല്ലോ മറ്റൊന്നും ഇല്ല എന്ന് പറയുന്ന കാര്യം അഡ്വാൻറ്റേജാണ്. ഇതൊക്കെ നമ്മളിതിന് പ്ലസ് പോയിന്റ് കാണുന്നുണ്ട്. തന്നെ മാത്രമല്ല ഭാവിയിൽ അതേപോലെയുള്ള ആളുകൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് പടിയെത്ത് ഉയരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും ആശംസ തന്നുകൊണ്ട് ഞാൻ തൽക്കാലം നിൽക്കട്ടെ. അസ്സലാമു അലൈക്കും.